പിറ്റേന്ന് രാവിലെ പത്രം നിവർത്തിയ മീര പെട്ടെന്നാണ് ആ വാർത്ത കണ്ടത്. ഞെട്ടലോടെയും അമ്പരപ്പോടെയും അവളുടെ കണ്ണുകൾ ആ വരികളിൽ തറഞ്ഞു നിന്നു. "ദേ നോക്കിയേ രുദ്രേട്ട." അവൾ പത്രത്തിലേക്ക് വിരൽ ചൂണ്ടി. പരിഭ്രമത്തോടെ അവനെ വിളിച്ചു. കായൽ ഒരു 40 വയസ്സുകാരുടെ മൃതദേഹം കണ്ടു കിട്ടിയെന്ന്. കണ്ണുകളെല്ലാം കുത്തിപ്പൊട്ടിച്ച നിലയിലാണത്രേ. കൈയും കാലും കൂട്ടിക്കെട്ടി കായൽ താഴ്ത്തിയിരിക്കുന്നു. ആ ഭയാനകരമായ വാർത്ത വായിച്ചു മീരയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഭയം കൊണ്ട് അവളുടെ കൈകൾ വിറച്ചു. കാരണം ഇത് മറ്റാരുമില്ല എന്ന് അവൾക്കറിയാം. അത് പ്രഭ ചെറിയമ്മ തന്നെയെന്ന് അവൾക്ക് ഉറപ്പായി. എല്ലാവരെയും പറ്റിച്ചു കളഞ്ഞ് തൻ്റെ കാമുകൻ്റെ കൂടെ സർവ്വതും മറന്ന് ഓടി ഒളിച്ചു പോയതായിരുന്നു അവർ. ഒടുവിൽ ആ കാമുകൻ തന്നെ അവരെ ചതിച്ചത്. ഈ അവസ്ഥയ്ക്ക് പിന്നിൽ 100% ആ ശങ്കർ തന്നെയാണെന്ന് മീരക്ക് ബോധ്യമായി. അവരുടെ ഭർത്താവായ ജഗൻ അവരെ പിന്തുടർന്നെങ്കിലും അവരെ കിട്ടിയില്ല. അവർ അപ്പോഴേക്കും ആ ഇരുട്ടറയിൽ നിന്നും പ്രഭയും ശങ്കറും രക്ഷപ്പെട്ടിരുന്നു. ഇനിയും ഇവളുടെ കൂടെ നിന്നാൽ എൻ്റെ ജീവൻ പോകുമെന്ന് കരുതിയാണ് ശങ്കർ അവരെ എങ്ങനെയെല്ലാം ക്രൂരമായ കൊലപാതകത്തിന് ഇരയാക്കിയത്. സ്നേഹിച്ചവൻ തന്നെ ഒടുവിൽ യമനായി മാറിയ ദയനീയാവസ്ഥ. മീര എത്രയൊക്കെ പരിഭ്രാന്തിയോടെ പറഞ്ഞിട്ടും രുദ്രൻ ആ ഭാഗത്തേക്ക് യാതൊരു ചലനവും ഉണ്ടായില്ല. അവനൊട്ടും ഫ്ലുവൻ്റ് അല്ലാതെ തീർത്തും തണുപ്പും മട്ടിൽ മാത്രം ആ പത്രത്തിലേക്ക് നോക്കി നിന്നു എന്ന് മാത്രം. അവൻ്റെ ഭാവങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മനസ്സിൽ എന്ത് ചിന്തയാണെന്ന് ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാർത്തിക് ഫോൺ കയ്യിലെടുത്തു. കുറച്ചു ദിവസങ്ങളെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ഭാരമൊന്ന് പുറത്തേക്കൊഴുകാൻ തീരുമാനിച്ച പോലെ അവൻ വെങ്കടേൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഓരോ ബെല്ലടി നീളുമ്പോൾ നെഞ്ചിടിപ്പ് കൂടി വന്നു. ഒടുവിൽ ഫോൺ കണക്റ്റായി. "ഹലോ കാർത്തിക്, പറയടാ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം?" വെങ്കടേൻ്റെ ശബ്ദത്തിൽ പതിവുള്ള സ്നേഹത്തിൻ്റെ ചൂടുണ്ടായിരുന്നു. കാർത്തിക് ഒരു ചെറു ദീർഘശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു തുടങ്ങി. "ഇവിടെ സുഖം തന്നെയാടാ. പക്ഷെ നിന്റെ ശബ്ദത്തിൽ ഒരു തളർച്ച പോലെ തോന്നുന്നുണ്ടല്ലോ. അച്ഛൻ്റെ സുഖം ഇപ്പോൾ എങ്ങനെയുണ്ട്? മാറ്റമുണ്ടോ?" ആ ചോദ്യം കേട്ടതോടെ കാർത്തികിൻ്റെ ശബ്ദം കുറച്ച് ഗൗരവമായി. "അതിന് തന്നെയാടാ ഞാൻ വിളിച്ചത്. ഇപ്പോൾ കുറെ മാറ്റമുണ്ട് വെങ്കി." വലത് കൈ പതിയെ അനക്കി തുടങ്ങി അച്ഛൻ. "ഡോക്ടറെ കണ്ടിരുന്നു. സ്ട്രോക്കിൻ്റെ ബാക്കി പ്രശ്നത്തിന് മുഖത്തിന് ചെറിയൊരു കോട്ടമുണ്ട്. സർജറി ചെയ്താൽ ശരിയാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വീട്ടിൽ തന്നെ അച്ഛനെ പതിയെ നടത്തിക്കൊണ്ടിരിക്കുന്നു." ഫോണിൻ്റെ മറുവശത്ത് ഒരു നിമിഷം മൗനം മാത്രം നിന്നു. "ഹാവൂ, അത് കേട്ടപ്പോൾ തന്നെ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. വലിയ പുരോഗതിയല്ലേടാ ഇതൊക്കെ." "അമ്മായിക്ക് കുറച്ച് ആശ്വാസമായിരിക്കും അല്ലേടാ?" കാർത്തിക് അല്പം നിശ്വാസം വിട്ടു. "പുറത്ത് കാണിക്കുന്നില്ലെങ്കിൽ അമ്മയുടെ ഉള്ളിൽ എപ്പോഴും ആദിയാണ് വെങ്കടി. അച്ഛനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിൽ." വെങ്കടി നർമ്മമായി പറഞ്ഞു. "അമ്മമാരുടെ മനസ്സ് അങ്ങനെയാടാ. നമുക്കത് മാറ്റാൻ പറ്റില്ല. നീ സങ്കടപ്പെടാതെ ഇരിക്ക്." അല്പനേരം നിശബ്ദതയ്ക്ക് ശേഷം അവൻ ചോദിച്ചു. "നിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു?" കാർത്തികിൻ്റെ ശബ്ദത്തിൽ ഒരു ചെറിയ ആത്മവിശ്വാസം മുളച്ചു. മെച്ചമുണ്ടടാ. ഞാനും അലക്സാറും കൂടി നല്ല പ്ലാനുകൾ എടുത്തിരുന്നു. അതിൻ്റെ ഫലം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഷെയർ വാല്യൂ കൂടി തുടങ്ങി വരുന്നു. എല്ലാം ശരിയായി പോയാൽ ഞാൻ ഹിരണിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടും." വെങ്കടി ശബ്ദം അല്പം ഗൗരവമായി മാറി. "പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞു വെങ്കടി. നീ ഒരു കല്യാണം കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അതായിരുന്നു." കാർത്തികിൻ്റെ ശബ്ദം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. "കാവ്യ എന്ന അവളുടെ പേര്. എന്താടാ സംഭവിച്ചത്?" കാർത്തിക് ഉത്കണ്ഠയോടെ ചോദിച്ചു. കാർത്തിക് ഒരു ദീർഘനിശ്വാസം വിട്ടു. "ഞാനിവിടെ 2 വർഷമായി സ്നേഹിക്കുന്നുണ്ടടാ അവളെ. ഞാൻ ഇന്നലെ അവളുടെ വീട്ടിൽ പോയി എല്ലാം തുറന്നു പറഞ്ഞു. ഞങ്ങളുടെ വിവാഹക്കാര്യം അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. പക്ഷെ അവർ അവളെ വീട്ടിനകത്തേക്ക് പോലും കയറ്റിയില്ലടാ. ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞ് പുറത്താക്കി. ആ പടി ഇനി ചവിട്ടരുതെന്നും പറഞ്ഞു." വെങ്കടിൻ്റെ ശബ്ദം താഴ്ന്നു, സങ്കടം കൊണ്ട്. "കഷ്ടം. ഇത്രയും കടുപ്പമുള്ള അച്ഛനും അമ്മയോ?" "അച്ഛന് വലിയ വാശിയാടാ. അമ്മാവൻ്റെ മകളെ എന്നെക്കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ ആഗ്രഹം. അതിന് വിരുദ്ധമായി നടന്നതിൻ്റെ ദോഷമാണ് ഇതെല്ലാമെന്ന് പറഞ്ഞു നടക്കുക എൻ്റെ അച്ഛൻ." വെങ്കടേഷ് കുറച്ചു നേരം മൗനമായി നിന്നു. പിന്നെ മൃദുവായി പറഞ്ഞു. "സമയം വേണം കാർത്തി. എല്ലാം ഒരു ദിവസം കൊണ്ടൊന്നും മാറില്ല. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായ നോക്കിക്കോ. പലപ്പോഴും അങ്ങനെയുള്ള ബന്ധങ്ങൾ അതൊരു മാറ്റം കൊണ്ടുവരും." ആ വാക്കുകൾ കാർത്തികിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രത്യാശയും തെളിയിച്ചു. ശരിയാവും. സമയം തന്നെയാണ് എല്ലാത്തിനും വഴിയെന്ന് തോന്നുന്നടാ. അതാ നല്ലത്. അല്ലേ, എൻ്റെ പെണ്ണെവിടെ പോയി?" ആ ചോദ്യം കേട്ടതും വെങ്കടിയുടെ മുഖത്തിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. "അവളോ?
അവൾ വല്ല മൊബൈൽ റീൽസും കാണുകയാവും, അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും പുതിയ പരീക്ഷണം നടത്തും. നീ വേണമെങ്കിൽ അവളെ ഒന്ന് വിളിക്ക്. എനിക്കിപ്പോൾ ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്. ശരി, നീ ജോലി നോക്ക്. സങ്കടപ്പെടാതെ ഇരിക്ക്. എല്ലാം റെഡിയാകും. ഓക്കെ, ബൈ. ഫോൺ കട്ട് ചെയ്ത് കാർത്തിക് കുറച്ചു നേരം അതേ നിലയിലിരുന്നു. പിന്നെ പതിയെ കൈകൾ താഴ്ത്തി. ഉള്ളിലെ ഭാരത്തിന്റെ ഒരു ഭാഗം എവിടെയോ അലിഞ്ഞു പോയതുപോലെ തോന്നി. സുഹൃത്തിന്റെ വാക്കുകൾ നൽകിയ ആശ്വാസത്തോടെ അവൻ വീണ്ടും തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. ആകാശം മേഘാവൃതമായ ഒരു വൈകുന്നേരമായിരുന്നു. സമയം ദീർഘനാളത്തെ ഹോസ്പിറ്റൽ വാസത്തിനു ശേഷം മീരയുടെ അമ്മയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വീടിന്റെ ഉമ്മറത്ത് മീരയും ജാനകി അമ്മയും കാത്തു നിൽപ്പുണ്ട് അമ്മയെ. എന്നാൽ എല്ലാവരുടെയും കണ്ണുകൾ തിരഞ്ഞത് ഒരാളെ മാത്രമാണ്, രുദ്രനെ. കാർ വന്ന് മുറ്റത്ത് നിന്നതും രുദ്രൻ വേഗത്തിൽ ചെന്ന് ഡോർ തുറന്നു. വളരെ സൂക്ഷ്മതയോടെ ഒരു കുഞ്ഞിനെ എന്ന വണ്ണം അവൻ മീരയുടെ അമ്മയെ താങ്ങി വീൽ ചെയറിലിരുന്ന് അകത്തേക്ക് വരുമ്പോൾ അമ്മയുടെ കണ്ണുകൾ ആദ്യം മുടക്കിയത് രുദ്രന്റെ മുഖത്തേക്കാണ്. ആ നിമിഷം അവരുടെ മനസ്സിൽ വികാരങ്ങളുടെ ഒരു കൂട്ടം കടലിരമ്പി. ഒരു കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തവനായിരുന്നു ഇവൻ. എൻ്റെ ശാപവാക്കുകൾ മാത്രം ഏറ്റുവാങ്ങിയവൻ. പക്ഷേ ഇന്ന് എനിക്ക് കൂട്ടിനുള്ളത് അവൻ മാത്രം. എന്നെ നോക്കാനും എൻ്റെ മകളെ സംരക്ഷിക്കാനും ഇന്ന് രുദ്രൻ മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഉള്ളം അതോർത്തതും വിതുമ്പിപ്പോയി. അതേസമയം തന്നെ തൻ്റെ മറ്റൊരു മകളായ ഹിരണിയെ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന വിവരം അറിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ വലിയൊരു ആശ്വാസമാണ് തോന്നിയത്. ഇനിയെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ എന്നോർത്തപ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞുപോയി. തൻ്റെ മുൻകോപവും വെറുപ്പും ഓർത്ത് അവർക്ക് രുദ്രന് നേരെ നോക്കാൻ ചെറിയൊരു കുറ്റബോധം തോന്നി. എങ്കിലും നിറഞ്ഞ കണ്ണുകളോടെ അവർ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ആത്മാർത്ഥമായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിൽ എല്ലാം ഉണ്ടായിരുന്നു. നന്ദിയും പ്രായശ്ചിത്തവും സ്നേഹവും. അവരെ സ്വീകരിച്ചുകൊണ്ട് ജാനകിയമ്മ സ്നേഹത്തോടെ അരികിലേക്ക് വന്നു. വാ, അകത്തേക്ക് കയറാം. ജാനകിയമ്മ അവരുടെ കൈകളിൽ പിടിച്ചു. രുദ്രൻ വീൽചെയർ പതുക്കെ അമ്മയുടെ കിടപ്പുമുറിയിലേക്ക് തള്ളി നീക്കി. എന്നാൽ റൂമിൻ്റെ വാതിൽ തുറന്നതും അവിടെയുണ്ടായിരുന്നവർക്കെല്ലാം അത്ഭുതമായി. ഇപ്പോൾ അമ്മക്ക് ഇങ്ങോട്ട് വരാൻ സന്തോഷമേ ഉള്ളൂ. അതിനെല്ലാം കാരണം എൻ്റെ രുദ്രൻ മാത്രം. ഇങ്ങനെയുള്ളൊരു വിവാഹം തൻ്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു മുഹൂർത്തം കാണാനും പോലും തനിക്ക് കഴിയില്ലായിരുന്നു. തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇന്ദ്രനീലത്തിൽ പ്രത്യേക ഒരു മുറിയുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഷോക്കായി. എന്നാൽ എന്നോട് പറയാതെല്ലാം രുദ്രൻ ചെയ്തിരിക്കുന്നു. അവളുടെ കണ്ണുകൾ സ്നേഹം കൊണ്ട് നിറഞ്ഞുപോയി. താൻ ആദ്യം കിടന്നിരുന്ന പഴയ റൂമേ ആയിരുന്നില്ല അത്. രുദ്രൻ മുൻകൈയെടുത്ത് ആകെ മാറ്റിമറിച്ചിരിക്കുന്നു ആ റൂം. അവളുടെ കണ്ണുകൾ നിറഞ്ഞതും രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചു. ഞാനുണ്ട് എന്ന പോലെ. അകത്തേക്ക് കയറിയതും അമ്മക്കൊരു ഷെൽഫ് നിറയെ പുസ്തകങ്ങൾ വായിക്കാനുള്ളതും ഒരുപാട് സാരികൾ അടുക്കി വച്ചിരിക്കുന്നു മറ്റൊരു ഷെൽഫിൽ. തെക്കേ ജനാല തുറന്നാൽ വിശാലമായ പച്ച പരവതാനി വിരിച്ച നീണ്ടുകിടന്ന നെൽവയലുകളും കാണാൻ. എന്നാൽ ഇതെല്ലാം അനുഭവിക്കാൻ ഭർത്താവും തൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന ചിന്ത അവരെ ആദിയാക്കി. വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാം, ജാനകി അമ്മ മീനാക്ഷി അമ്മയോടായി പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് ജാനകി അമ്മ. രുദ്രൻ ഇത്രയൊക്കെ മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ 2 മക്കളുടെ ജീവിതമോർത്ത് എന്നും എനിക്ക് ആദ്യം മാത്രമായിരുന്നു. പിന്നീട് ഹിരണ്യക്ക് സംഭവിച്ചതെല്ലാം രുദ്രൻ വന്ന് എന്നോട് പറഞ്ഞു. അവളുടെ 2 പ്രണയവും വിവാഹ ജീവിതവും തകർന്ന് മറ്റൊരുത്തൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്, അവൻ അവളെ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി. എൻ്റെ മീര ഇവിടെ നല്ല രീതിയിൽ കഴിയുന്നത് കണ്ടപ്പോൾ, അവൻ്റെ സംസാരത്തിൽ അവളോടുള്ള സ്നേഹവും പ്രണയവും അറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒരുപാട് വെറുത്തിട്ടുണ്ട് ഞാൻ അവനെ, ഒരുപാട് ശപിച്ചിട്ടുണ്ട്. നീ എന്നോട് എല്ലാത്തിനും പുറത്തു തരണം. അവർ ജാനകി അമ്മയുടെ 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു. സാരമില്ല, അതൊക്കെ പോട്ടെ. നിന്റെ മകളെ എൻ്റെ രുദ്രൻ നല്ല വ്യക്തിയാക്കിയ ഉടമയാക്കിയത്. നിന്റെ മകൾ വന്നതിന് ശേഷമാണ് ഇതൊരു വീടായത്. അതിനെല്ലാത്തിനും ഞാനും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടതുണ്ട്. പിന്നീട് 2 പേരും താഴത്തെ ഹാളിലേക്ക് നടന്നു. അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യയും കഴിച്ചു.